നമ്മളൊന്ന് പാലം തുറക്കാറ് ചെമ്മറോട്ടം പാലം. അന്ന് നമ്മൾ വന്ന പാലത്തിൻ്റെ തുടക്കത്തിലാണ് കയറിയത്. ഇന്നിപ്പോൾ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ഇറങ്ങുന്നത്. അസോളൊക്കെ കൂടുതൽ. അപ്പോൾ ഞങ്ങൾ കടവൊക്കെ എത്താനായി. എത്തി. നല്ല വെള്ളമുണ്ട്. പെരുമ്പള്ളാണ്. വല്ലാത്ത ഇത് ഇവിടെ ഇട്ട് നോക്കിയിട്ടൊക്കെ പോയാൽ പോരെ. ഇതേ വെള്ളം കൂടുതലാണ്. ഇന്ന് ഈ കോലാണ്. ഷട്ടർ ചോട്ടിലൊക്കെ നല്ല വെള്ളം. മഴ ചെയ്തിട്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ മഴ ആയതുകൊണ്ടേ വെള്ളം കൂടുതലാണ്. നമ്മൾ ആ ഫില്ലറിൻ്റെ ചോട്ടുകൂടിയാണ് പോയിട്ട്, പക്ഷെ അവിടെ നിൽക്കാൻ കഴിയില്ല. നമ്മൾ ഈ രൂപത്തിൽ പാല് കോർത്തിട്ടാണ് ഇടുന്നത്. ഉപ്പുമ്പേ ഈ രീതിയിൽ കോർത്തുകൊണ്ടാണ് പാലിടുന്നത്. ചക്കപ്പണ പിടിച്ചാൽ വന്നിട്ടേ ഈ രീതിയിലാണ് നമ്മളത് കോർക്കണത്. നമ്മളിവിടെ ഇടുന്നത്. ആ കാരണം വാലാത്താന്ന് പറഞ്ഞല്ലേ. കമ്മിയാലേ ഇത് നമ്മുടെ പാലാങ്കണിയാറിനല്ലേ വാലാത്താൻ. ആ മരത്തിലെ പൂയാനിലെ ചങ്ങായിമാരെ നമുക്കൊരു സാധനം കിട്ടിക്കൂടി. ചക്കപ്പൊണ്ണൻ ഇതാ സാധനം. കഴിഞ്ഞതിൽ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞതിലേതായാലേ കഴിഞ്ഞതിലേ എന്തായി കഴിഞ്ഞാലേ ഞങ്ങൾ വന്നിട്ട് മീൻ പിടിച്ചാൽ പറ്റില്ല. അത് തന്നെ വെള്ളം കാരണം കൂടുതലുണ്ടേ. എന്നിപ്പോൾ നമ്മൾ സ്ഥലം മാറി.
അത്രയൊക്കെ താത്തിക്കണില്ലേ? അല്ല പിന്നെ തലപ്പത്താണ് വല്ലാതാവില്ല പിടിച്ച ഇവിടെ ചട്ടത്തിൽ പിന്നെ കൂട്ടി പിടിച്ച് പോകണ്ട. ഇങ്ങനെ രണ്ടാമത്തെ കിട്ടിയേക്കും സാധനം ചക്കപ്പുണ്ണൻ രണ്ടാമത്തെ മരക്കൂട്ടത്തിൻ്റെ അവിടെ പായൽമേ ഇത് കൊത്തിയാറില്ല. സൈസ് കരിമീനാണ്. വേറെ എന്ത് കിട്ടിയ മീനാണിത്? ഒരു വലിയൊരു കരിമീൻ, പിന്നെ ചക്കപ്പുണ്ണൻ്റെ രണ്ടെണ്ണം, ചെറിയ പരലുകൾ. വെച്ചാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ആ ഫ്രഷ് കൊടുക്കാൻ തിന്നാൻ വേണ്ടിയിട്ടേ ഇപ്പം തന്നെ നന്നാക്കിയാണ് ഇതാക്കുന്നത്. നമ്മൾ കൊടുന്നങ്ങളുടെ അപ്പം തന്നെ ഫ്രഷോടെ നന്നാക്കി തിന്നാൻ വെച്ചെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകുക. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് വേണ്ട അല്ലെങ്കിൽ ഇന്ന് കൊടുത്താൽ നാളെ തിന്നായിരുന്നതിൽ ടേസ്റ്റ് കിട്ടില്ല. ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രഷ് കൊടുക്കണം. അപ്പോൾ ഈ സാധനങ്ങളാണ് ഇവിടെ ചക്കപ്പൊണ്ണൻ പറഞ്ഞ സാധനങ്ങൾ. ഇത് നമ്മളൊന്ന് നന്നാക്കിക്കണം സാധനം. തോല് ചെയ്താൽ ഉഷാറാണ്. അപ്പോൾ തോല് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടുക. കിട്ടും ഈ ചിറകൻ വെട്ടുക, ഇവിടെ ചിറകുണ്ട് അതും വെട്ടുക, വീണ്ടും അടിഭാഗത്ത് രണ്ടുണ്ട് അതും വെട്ടുക, ഇതും വെട്ടുക, വാലും വെട്ടുക, വാലിൻ്റെ അടിയിൽ വേറൊരാൾ പോയിട്ട് ഇതൊരു വെട്ടുക. എന്ത് ചെയ്യാം? ഇതെങ്ങനെ കുടിച്ചാൽ വരണം വരാം. ഇങ്ങനെ വരാം, അങ്ങോട്ട് വരാം. ഇവിടെ ഇറക്കുക, ഇവിടെ ചെറിയ അടാളി കൊടുക്കുക, ഇവിടെ അടാളി കൊടുക്കുക. ഇതേ കട്ടിമ്പാർ എടുക്കുക. കട്ടിമ്പാർ കാണുന്നില്ല, ചെരുത്തുക്ക് എന്തെങ്കിലും ഇരിപ്പിട്ടുള്ള സാധനം കൂടെ ഇങ്ങനെ പിടിച്ച് വലിച്ച അപ്പോൾ വെച്ച സമയത്ത് ആദ്യം കുറച്ച് പോരും, പിന്നെ അതേപോലെ ഇങ്ങനെ വലിച്ച 2-3 വലിയ വലിച്ചിട്ട് വരും. ഒറ്റടിക്ക് ഒരു അവസരം പോലും ഇല്ല. ഇതാ സംഭവത്തായി ഉള്ളിൽ നേരം പുറത്തടിക്കണം. വീണ്ടും വലിച്ച ഇങ്ങനെ ഇങ്ങനെ വലിച്ച പ്ലെയറുടെ നല്ല സുഖമാണ്. നല്ല ഗ്രിപ്പോട് കൂടിയാട്ടെ വലിച്ച. അപ്പോൾ അതൊക്കെ ഇവനെ ഇവിടെ കീറുക, ഇവിടെ കീറുക, വേറെ ഒന്നും പിടിച്ചില്ല. അടുത്തത് കരിമീൻ. വലിയ നല്ല സൈസ് കരിമീൻ. സാധനം നല്ല വലിയ സാധനമാണ്. നമ്മളെ കയ്യും മീനൊന്നും കഴിക്കൊള്ളൂ. ഇങ്ങനെ അടിക്കുക, വീണ്ടും ചെത്തുക. മീൻ അച്ഛക്കാലം അടയ്ക്കേണ്ട അവിടെ ചെത്തിക്കുക. ചെത്തിക്കഴിഞ്ഞാൽ മീനെ അതിൻ്റെ തോലിന്ന് വെച്ചാൽ നമ്മൾ തോലിൽ തന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റല്ല. പിന്നെ കരിമീൻ ചത്തും ചെയ്യുക. പിന്നെ കരിയിലായി ഒക്കെ നമ്മൾ സാധനം ഫുള്ള് ചീന്തി അടിവേലേ ഇത് പാടെ ചെത്തി കളഞ്ഞാൽ മതി. അപ്പം ഈ രൂപത്തിലായി സാധനം. നമ്മൾക്കിന്ന് കിട്ടിയ മീനുണ്ട്. നമുക്ക് കൂടുതൽ സാധനം കൂട്ടില്ല. ഉപ്പും മഞ്ഞപ്പൊടിയും മുളകും പൊടി അത് മാത്രമേ ഉള്ളല്ലോ, വേറെ അവസാനം ഒന്നുമില്ലല്ലോ. മഞ്ഞപ്പൊടി മുളകും പൊടി കുറച്ച് ഉപ്പും കുറച്ച് എണ്ണ ആ വണ്ടിയുടെ ബാക്കിൽ നേരെ ചെറുതാക്കടെ ഇങ്ങനെ കീസ് വെച്ചിട്ടുണ്ട്. തോന്നുന്നുണ്ടോ ചോളം തരാം. കുത്തി
കടഞ്ഞിട്ട് പോയിക്കള ചീന്തി ഇട്ടോ. ചങ്ങന്മാരെ നമ്മളെ സാധനമൊക്കെ റെഡി ആയിക്കണു. നാരങ്ങ കഴിഞ്ഞാൽ നാരങ്ങ എടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം. എങ്ങനെ ഉണ്ടാകാൻ കോയമീനാണ്, ടേസ്റ്റ് തന്നെയാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ചൂടൊക്കെ ഉണ്ടാവുക ചട്ടി നിർത്താല്ലേ ഉള്ളിളഞ്ഞുണ്ട് തൊള്ളിയിട്ട് തൊള്ളിക്ക് പതിച്ചിരിക്കണം. നല്ല രസമുണ്ട്. ചക്കപ്പൊണ്ണിൻ്റെ ഇറച്ചി ഇതാ സാർ ആ ഫേനിട്ടേ കേട്ടോ എങ്ങനെയുണ്ട്? രസമുണ്ട്. രസൻ്റെ തിരികെ നോക്കി പറയാം പ്ലേറ്റിക്കാലോ നല്ല രസം സൂപ്പറാ.